പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്യുന്നതിനാൽ കർത്താവ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ സാക്ഷി കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. എൻ്റെ പ്രാർത്ഥന ഇതാണ്. ആരെങ്കിലും എൻ്റെ സാക്ഷി കേൾക്കുന്നുവെങ്കിൽ അവർക്കെല്ലാവരും വിടുതലായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അരോമ ടി വിക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായ സ്തോത്രം. ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 38 വർഷമായി ഡൽഹി വന്നിട്ട്, ഡൽഹിയിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു ചെറിയൊരു ജോലിക്കായിട്ട് ഡൽഹി കടന്നു വന്നതാണ്. ആ ജോലിയിൽ സ്ഥിരമായൊരു ജോലി ഇല്ലായിരുന്നു, എങ്കിലും ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ വഴിവിട്ട ജീവിതം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ കൂട്ടമുണ്ടായിരുന്നു. അവിടെ മുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെടുവാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരെനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് ആ വഴിയൊരുക്കി ഞങ്ങൾ ആ ചർച്ചിൽ പോയി ഒരു തീരുമാനം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യാസമുണ്ടായ സമയങ്ങളായിരുന്നു അത്. എൻ്റെ ജീവിതമെല്ലാം മാറ്റിമറിച്ച ഒരു സമയമായിരുന്നു അത്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന പോലെ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറിയ പോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായി തീർന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇന്ന പോലെ ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഗോസ്പൽ ടീമിൽ. ഞാൻ 7 വർഷം ഗോസ്പൽ ടീമിലായിരുന്നു. ഗോസ്പൽ ടീമിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അനേക സ്ഥലങ്ങളിൽ പോയി ട്രാക്റ്റ് കൊടുക്കുവാനും പുസ്തകങ്ങൾ കൊടുക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. ഓപ്പൺ എയർ മീറ്റിംഗ്, അന്നേരം നോർത്ത് ഇന്ത്യയിൽ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്താൻ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണ്. അത് ഞാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 2 മക്കളും ഒരു വൈഫ്, ഒരു ഭാര്യയുണ്ട്. ദൈവം ഞങ്ങളെ കുടുംബമായി ശുശ്രൂഷയിലാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് ചെറിയ ചർച്ചുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ സംഘടനയിലൊരു നേതൃത്വത്തിൻ്റെ ഒരു സമയം തന്നിരിക്കുകയാണ്. ഞാൻ പഞ്ചാബിൻ്റെ ഓവർസിയർ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മുമ്പോട്ട് കാര്യങ്ങളെ പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനേക ശുശ്രൂഷ മേഖലയിൽ അനേക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. 2009 എൻ്റെ ശബ്ദം നിലച്ചു പോയതാണ്. 5 മാസത്തോളം ഞാൻ ശബ്ദമില്ലാതെ കഴിഞ്ഞു. എന്നാൽ 5 മാസം കഴിഞ്ഞ് എനിക്ക് പിന്നെ ശബ്ദം തിരിച്ചു കിട്ടി. എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞാനാണ്. ഹല്ലേലൂയ. ആ വചനപ്രകാരം മുമ്പോട്ട് പോയി എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടി. എൻ്റെ ശബ്ദം തന്നെ നിങ്ങൾക്കെല്ലാം ഒരു സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ശബ്ദത്തെ തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർഷിപ്പ് റെഡി ചെയ്യാൻ പോകുമായിരുന്നു, പാട്ടുകൾ പാടാൻ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി അനേകർ വന്നിട്ടുണ്ട്. അനേകർ വന്ന് എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയൊരു വിടുതലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നു, ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിച്ചാൽ ദൈവം നമുക്ക് വിടുതൽ തരുക തന്നെ ചെയ്യും. ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ഡൽഹിയിലായിരിക്കുന്നു. ഡൽഹിയിൽ ശുശ്രൂഷ വളരെയധികം അനുഗ്രഹമായി തീരുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2023 ഞാൻ രാജസ്ഥാൻ പ്രദേശത്ത് 4 ദിവസം കൺവെൻഷന് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോയിരുന്നു. വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോയപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ 4 ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വെച്ച് എനിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി.
സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്തോ സംഭവിച്ചതെന്നൊന്നും, എവിടെയൊക്കെ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ ചെറിയൊരു ബോധം ഉണ്ടായിരുന്നു. ആ മനസ്സിന്റെ ഞാൻ ട്രെയിനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നുള്ളൂ. പിന്നെ ഒന്നും ഓർക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തിയപ്പോൾ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ സ്ട്രോക്ക് ആയെന്നുള്ള അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടക്കുമ്പോൾ അനേക ദേവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കുകയും കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ വന്ന് വിളിക്കും. ആ ഹലോ, ആപ്കാ നാം ക്യാ ഹൈ? നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കും. അന്നേരം ഞാൻ പറയും ബിജു ബിജു ആന്ന് പറയും. എന്നാലും അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ ഓക്കെ, കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിളിച്ചോണ്ടിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുമായിരുന്നു. പക്ഷേ ഒത്തിരി ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ മെഡിസിൻ ഇല്ല, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആർഎംഎൽ ഹോസ്പിറ്റലിൽ, ഡൽഹിയിൽ വലിയ ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുപോയി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മൂക്കിലൂടെ വായിലൂടെയൊക്കെ രക്തം വരും എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോസ് എം സന്തോഷ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലെ മയൂർവാർ ചർച്ചിലെ ഒരു വിശ്വാസിയാണ്. അത് ആ ദൈവ ആ ദൈവ ദൈവ പൈതൽ പറഞ്ഞു, ഇന്ന പോലെ പാസ്റ്ററെ ഇട്ടുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോളി ഫാമിലി അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തപ്പോൾ അന്നേരം എനിക്ക് ഒന്നും അറിയുന്നില്ല എന്തോ സംഭവിക്കുന്നെന്ന്. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഐസിയുവിലോട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും എൻ്റെ ലെഫ്റ്റ് സൈഡ് വളരെ പാരലൈസ്ഡായിപ്പോയി. ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല, നാക്ക് കുഴയുന്നു, അതുപോലെ തന്നെ നടക്കാൻ പറ്റത്തില്ല. ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വീട്ടിൽ വന്നത്. എന്നാൽ പ്രാർത്ഥന കൊണ്ട് ഒന്ന് മാത്രം. ഞങ്ങൾക്കൊരു പ്രാർത്ഥന ടീമുണ്ട്. അതിൻ്റെ ഒരു ലീഡറാണ് പാസ്റ്റർ രഘു നാഥൻ പിള്ളை. ഞങ്ങളെല്ലാം ഒരു പ്രെയർ ഗ്രൂപ്പിൻ്റെ ഞങ്ങൾക്കൊരു പ്രെയർ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലീഡേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ അവരെന്നും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ, അനേക ശുശ്രൂഷകർ വന്ന് പ്രാർത്ഥിച്ച് 5 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എന്നെപ്പറ്റി പറയുന്നത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്ത കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ രാജസ്ഥാനിൽ ഭരത്പൂർ 4 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ഇതുണ്ട്, അറ്റൻഡ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയും ഒറ്റയ്ക്ക് ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുകയും പോകുന്നു. പ്രൈസ് ദൈവം എന്നെ ഉപയോഗിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്നേഹം ഓർത്ത് കഴിഞ്ഞാൽ ഒന്നും പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. പലപ്പോഴും ഞാൻ ആ കണ്ണിക്കൊടിയിൽ കണ്ണുനീര് വരും. എന്നാൽ ദൈവം എന്നെ ഇതുവരെ ഉപയോഗിക്കുന്നു. സ്റ്റെപ്പുകൾ കയറിപ്പോകാനും പല രാജ്യങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം ശക്തനാക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കർത്താവിൻ്റെ വചനത്തിലൊരു കാര്യമുണ്ട്. അയ്യൂബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. 42 അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്നത്, നിനക്ക് സകലത് കഴിയുമെന്നും നിന്റെ ഉദ്ദേശം അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. കർത്താവിനെല്ലാം കഴിയും. കർത്താവ് വിളിച്ചിറക്കിയെങ്കിൽ കർത്താവ് അതിനുവേണ്ടി എല്ലാ പ്രൊവിഷനും കർത്താവ് ഒരുക്കും. എനിക്കറിയാം, എൻ്റെ കർത്താവ് വലിയവനാണ്. എൻ്റെ കർത്താവ് പറഞ്ഞ പോലെ ചെയ്യും. അത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന് വേലയായിരിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ഹിന്ദി ചർച്ചുണ്ട്. ഹിന്ദിക്കാരും പഞ്ചാബികളുമുള്ള ചെറിയ ചർച്ചുണ്ട്. അത് ശുശ്രൂഷ ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അതാണ് ഞാൻ പറയാനുള്ളത്.
ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവിക വിടുതൽ കാണുവാൻ, ദൈവിക സന്ദർശനം കാണുവാൻ ഈ നാളുകളിൽ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാൽ കഴിയാത്ത കാര്യമൊന്നുമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം വിടുതൽ തരും. യേശുവിൽ വിശ്വസിക്കുക, അത് മാത്രം പറയാനുള്ളൂ എനിക്ക്. എൻ്റെ യേശു മാറാത്തവനാണ്. എൻ്റെ യേശു വിടുതൽ തരുന്നവനാണ്. എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്. ഹല്ലേലൂയ. അനേക പ്രതികൂല സാഹചര്യത്തിലെല്ലാം കർത്താവിൻ്റെ കരം തൊട്ട് എന്നെ സൗഖ്യമാക്കി, എന്നെ വിടുവിച്ച് ഇതുവരെയും ദൈവം എന്നെ നിലനിർത്തി. ഒരു പാട്ടുകാരൻ പാടുന്നു, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. രോഗിയായി മാറിയപ്പോ ഹല്ലേലൂയ. എൽഷദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി, തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ഹല്ലേലൂയ. എൻ്റെ കഴിവോ എൻ്റെ ഒരു ബലമോ ഒന്നുമല്ല, കർത്താവ് തന്ന കൃപ ഒന്ന് മാത്രമാണ് ഇതുവരെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് ഈ സാക്ഷ്യം പറയുവാനായിട്ട്. ദൈവം എന്നെ ഈ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇനി എന്തെങ്കിലും പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഫാമിലിയും അതുപോലെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഈ 2026 പുതിയ വർഷം കാണുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന് ഞാൻ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. പാട്ടുകാരൻ പറയും, ഗിന് ഗിനുക്കെ സ്തുതിക്കറും ബെശുമാർ തേരി ദാനോക്കല്ലേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം കർത്താവ് ഞങ്ങൾ നടത്തി. ഹല്ലേലൂയ. അവൻ താങ്ങിയ നാമം ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാത്തിനുമായി നന്ദി കരയറ്റുന്നു. എൻ്റെ ഈ ചെറിയ സാക്ഷ്യം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.